അനുമോള് നേരത്തെ പോയങ്ങ് കിടന്ന് കഴിഞ്ഞപ്പം ഷൈത്തയും ആദിലയും കൂടി അനുമോളുടെ ബെഡിൻ്റെ അടുത്ത് നിന്നിട്ട്, അനുമോളെ നീ എന്താ നേരത്തെ കിടക്കുന്നത്, എണീക്കെന്ന് പറയുന്നത്. അപ്പോൾ അനുമോള് പറയുന്നത് എനിക്ക് തലവേദനയാണ്, ഞാൻ കിടക്കുവാന്ന് പറയുന്നത്. അപ്പം ഷൈത്യ പറയുന്നത് എണീറ്റിരി, നമുക്കൊന്ന് സംസാരിക്കാം എന്നിട്ട് കിടന്നോന്ന് പറയുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞു ഇല്ല, എനിക്ക് ഇപ്പം സംസാരിക്കണ്ട, എനിക്ക് ഉറങ്ങണം, എനിക്ക് ഭയങ്കര തലവേദനയെന്ന് പറയുന്നത്. പറഞ്ഞു നീ എന്നോട് സംസാരിക്കത്തില്ലേ, എനിക്ക് നിന്നോട് വൈരാഗ്യമൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന ഉടനെ തന്നെ നിൻ്റെ അടുത്ത് മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടന്നേനേല്ലോ. അപ്പം കുറച്ച് മുമ്പ് വൈരാഗ്യം ഇല്ലയെന്ന് പറഞ്ഞ ആളാണ് അനീഷിനെ ചേർത്തും തങ്കച്ചനെ ചേർത്തും പിന്നെ കള്ളിയാണെന്നും എന്തൊക്കെ മോശം പറയാം അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പം കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി സോപ്പിട്ട് വന്നതാണ്. അപ്പം വന്നപ്പോഴും മുഖം വീർപ്പിച്ച് നടക്കാഞ്ഞത് അനിമോളുടെ കയ്യിൽ നിന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയുള്ള സോപ്പിംഗ് ആയിരുന്നു. എന്നിട്ട് അപ്പോൾ അനിമോൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണ്ട, നിങ്ങളൊന്ന് പോയി, എനിക്ക് ഉറങ്ങണം. പറഞ്ഞു നീ എൻ്റെ അടുത്ത് ഇനി സംസാരിക്കില്ലേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദില പറയുന്നു ഒന്ന് എണീക്ക് അനിമോളെ, ഒന്ന് സംസാരിച്ച് കിടന്നോ. അപ്പോൾ അനിമോൾ പറയുന്നത് എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആദിലയോട് പറയണം ഒന്ന് പോവാതില്ല, എനിക്ക് ഉറങ്ങണം, എനിക്ക് തല ഭയങ്കര വേദന പറഞ്ഞ. അപ്പോൾ ആദില ചോദിച്ച് നീ നാളെ സംസാരിക്കുമോ എന്നാ ഈ കാര്യങ്ങൾ പറയുമോ. അപ്പം അനിമോൾ പറഞ്ഞ് നാളെ എന്നല്ല, ഒരിക്കലും ഞാൻ പറയത്തുമില്ല, ഇത് സംസാരിക്കാൻ നിൽക്കത്തുമില്ലെന്ന് പറയുന്നു. അങ്ങനെ അനിമോൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുക. അനിമോളിന് മനസ്സിലായി സോപ്പിട്ട് ചെന്നയാണെന്ന്. അല്ലെങ്കിൽ ആദ്യമേ ആ സ്നേഹത്തോടെ ചോദിച്ച് ഇതാക്കാനുള്ളതിന് എന്തൊക്കെ പറയാനുള്ളതെല്ലാം അനിമോളെ വിളിക്കാനുള്ളതും പിന്നെ അനിമോൾ കള്ളം പറഞ്ഞതാണെന്നും എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് സ്നേഹപ്രകടനമായിട്ട് ഇപ്പോൾ ചെന്നത് അനിമോൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. അങ്ങനെ അതാണ് ലൈവിൽ നടന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.